ഷാജിയിലെ ഷാജിമാർ ബിജുവേട്ടൻ, ആസിഫ് ക, ബൈജു ചേട്ടൻ, ഇവർ 3 പേരുമാണ് ഷാജിമാർ. ഈ മേരാ നാം ഷാജിയിലെ ഷാജി ആരാന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ 3 പേരുമാണ് ഷാജിമാരായിട്ട് ചെയ്യണത് സിനിമയിൽ. ഈ 3 ഒരാൾ കൊച്ചിയിലുള്ള ഷാജി, ഒരാൾ കോഴിക്കോടുള്ള ഷാജി, ഒരാൾ തിരുവനന്തപുരത്തുള്ള ഷാജി. അപ്പോൾ ഈ 3 ഷാജിമാരും കൂടി എങ്ങനെ വന്ന് കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഈ കഥ പറഞ്ഞപ്പം ഈ കഥ ശരിക്കും ദിലീപേട്ടനാണ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ദിലീപ് പൊന്നൻ എന്നാണ് പേര്. ദിലീപേട്ടനാണ് വന്നിട്ട് സ്ക്രിപ്റ്റ് പറയണത്. അപ്പം ദിലീപേട്ടൻ ശരിക്കും തിരുവനന്തപുരംകാരനാണ്. അപ്പം ആ ഒരു സ്ലാങ്ങിലൊക്കെ മൊത്തത്തിൽ ഭയങ്കര രസമായിട്ടായിരുന്നു സ്ക്രിപ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പറയുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീൻസ് ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര കോമഡി സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല, കോമഡി എൻ്റർടൈനർ സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സീരിയസ് സിനിമകളിൽ കോമഡികൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളാണ് കുറച്ചും കൂടി എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫൺ ഫാമിലി സിനിമ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം കോമ്പിനേഷൻ ആലോചിച്ചപ്പോഴും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഞാനും ഇവരുടെ ആരുടെയും കൂടി ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത സിനിമകളൊക്കെ സത്യനന്ദിക്കാടിൻ്റെ ശിഷ്യന്മാരുടെയും ശിഷ്യങ്ങളുടെയും ഒക്കെ സിനിമകളായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് മലയാളത്തിൽ ചെയ്യുമ്പോൾ സത്യനങ്ങളുടെ ആൾക്കാരുടെ സിനിമകളല്ലാതെ ഞാൻ ചെയ്ത ഫസ്റ്റ് സിനിമയാണ് ഷാജി. അപ്പം എനിക്കും പുറത്തൊന്ന് വർക്ക് ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ലായിരുന്നു. സോ അങ്ങനെ കഥ കേട്ടപ്പോൾ ഇഷ്ടമായി. ഈ ഷാജിമാരെ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതും ഇഷ്ടമായി. സോ അങ്ങനെയാണ് കമ്മിറ്റ് ചെയ്യുന്നത്. കോമഡി ഇവരൊക്കെ നല്ല കോമഡി ടൈമിംഗ് ഉള്ള ആൾക്കാരാണ്. ബൈജു ചേട്ടൻ്റെയൊക്കെ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അത്രയും ബൈജു ചേട്ടനെയൊക്കെ സംബന്ധിച്ച് അത്രയും പണ്ട് ചെയ്തതുപോലെയുള്ള ഒരു തരം ക്യാരക്ടറാണ് ഷാജി എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള നല്ല ടൈമിംഗ് ഒക്കെ ഉള്ള കോമഡികളുള്ള സിനിമയാണ്. അതേപോലെ ബിജുവേട്ടൻ്റെ കോമഡിയും ഈ പറഞ്ഞ പോലെയാണ്. അപ്പോൾ അവരുടെയൊക്കെ അവരെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കോമഡി എന്ന് പറയുന്നത്. അതായത് കണ്ടിരിക്കുമ്പോൾ ത്രൂ ഔട്ട് ചിരിക്കാൻ പറ്റും എന്നുള്ളതാണ് കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇല്ല, ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഷാജിമാരുടെ ട്രാക്കിൻ്റെ കൂടെ ഉള്ള ഒരു പുതിയൊരു ട്രാക്കുണ്ട്. 4 ട്രാക്കായിട്ടാണ് പോകുന്നത്. ഈ 3 ഷാജിമാരുടെ ട്രാക്ക് പ്ലസ് എൻ്റെ ഒരു ട്രാക്ക്, അങ്ങനെയാണ് സിനിമ മൊത്തം പോകുന്നത്. അപ്പം ഈ 4 ട്രാക്കും കൂടെ എങ്ങനെ വന്ന് കണക്റ്റ് ആവും എന്നുള്ളതാണ്. ഇതിൽ ഫാമിലി ഉണ്ട്. ബിജു ചേട്ടൻ്റെ വൈഫായിട്ട് മൈഥിലി അഭിനയിക്കുന്നുണ്ട്. പിന്നെ ബൈജു ചേട്ടൻ്റെ വൈഫായിട്ട് സുരഭി ചേച്ചി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പോർഷൻസും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും കോമ്പിനേഷൻ ഇല്ല. എനിക്ക് ആസിഫ്ക്കും ബൈജു ചേട്ടനുമായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ. ബിജു ചേട്ടനായിട്ട് ഒരു സീൻ 2 സീൻ കോമ്പിനേഷനേ ഉള്ളൂ. ഇല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന് മുന്നേ ചെയ്ത സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഫാമിലി ഫീലുള്ള സിനിമകളാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ സത്യനങ്ങളുടെ സിനിമയിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, ഭാഗ്യദേവത. അപ്പം അതിനുശേഷം പിന്നെ ചെയ്തത് ബാലേച്ചിയുടെ സിനിമയാണ് ലവ് 24/7. പിന്നെ മോഹനേട്ടൻ്റെ സിനിമ അരവിന്ദൻ ചെയ്തു. പിന്നെയും സത്യനങ്ങളുടെ പടമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് വീട്ടിൽ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം എല്ലാവരെയും അറിയാം. എനിക്ക് പുതിയതായിട്ട് വരുന്ന ടെക്നീഷ്യൻസിന് ആരെങ്കിലും അറിയാതെ ഉള്ളൂ. പക്ഷെ എന്നാലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരും ഈ പറഞ്ഞ പോലെ ഫാമിലി ഫീലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനകത്തുനിന്ന് മാറി ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണ് ഷാജി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇക്കൊക്കെ ഭയങ്കര പറഞ്ഞ പോലെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നിർത്തിയിട്ട് സിനിമ ചെയ്യിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളുടെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തും എൻ്റെ ട്രാക്കാണ് ഇത്തിരി സീരിയസ് ട്രാക്ക്. അപ്പോൾ ഈ സീരിയസ് ട്രാക്ക് കൊണ്ടുപോകും മൊത്തം എല്ലാവരും കോമഡി കാണിക്കുന്നതിനിടയിൽ ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നതും കുറച്ച് കഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വിനോദേട്ടൻ, ക്യാമറാമാൻ, അവരൊക്കെ ഒരു ഭയങ്കരമായൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ വിനോദേട്ടനൊക്കെ ഇപ്പോഴും അത് നന്നായിരുന്നു. ഇപ്പോൾ പാട്ട് റിലീസായതിനു ശേഷവും വിളിച്ചിട്ട് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവരും എന്ത് പറഞ്ഞു, ആ ഒരു കെയർ ഉണ്ട് അവരുടെ സൈഡിൽ നിന്ന്. എഗെയിൻ ഷാജിയും ഒരു ഫാമിലി പോലെ മാറിയിരിക്കുന്നു. ഇതിൽ നർത്തകിയല്ല. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നീനു എന്നാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരും നീനു എന്നാണ്. അപ്പോൾ ഫസ്റ്റ് കഥ പറയുമ്പോൾ ക്യാരക്ടറിൻ്റെ പേര് നീനു എന്നാണെന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് നീനു എന്നാണോ എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അല്ല നീനു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേരാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ കൂടെ നീനു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആയിരുന്നു. സെറ്റിൽ നീനു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണല്ലോ, എനിക്ക് വേറെ പേരൊക്കെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീനു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു തമിഴ് ക്യാരക്ടറാണ്. തമിഴ്നാട്ടിലാണ്, ചെന്നൈയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്ന്
പഠിച്ച് ഫാമിലിയായിട്ട് ഇവിടെ തന്നെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഡബ് ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തമിഴ് വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് തമിഴ് കുറേ കൂടെ മലയാളം പറയുന്നത് പോലെ ഈസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് തമിഴ്. അപ്പം എനിക്കും ഒരു ദിവസം ആരോടെങ്കിലും തമിഴിൽ സംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ തമിഴ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഡബ് ചെയ്യുമ്പോഴും ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഡയലോഗ്സ് ആണെങ്കിലും കറക്ഷനും സാധനങ്ങളും ഒക്കെ വരുമ്പം അതിനകത്തും നമ്മൾക്ക് മൊത്തത്തിൽ ഡയലോഗ് എഴുതി വെച്ച ഡയലോഗിൽ നിന്ന് പറയുമ്പോൾ ഉള്ള ഡിഫറൻസൊക്കെ വരുത്തിച്ചൊക്കെ പറയാനുള്ളൊരു ഹെൽപ്പും തമിഴ് അറിയാവുന്നത് കൊണ്ട് ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ നാട്ടിലെ ലാംഗ്വേജാണ്. കണ്ണൂരാണ് ഞാൻ. അപ്പോൾ കോഴിക്കോട് കണ്ണൂർ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രിവാൻഡ്രം സ്ലാങ് ഞാൻ ലവ് 24/7 ട്രൈ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ സ്ലാങ് എനിക്ക് അങ്ങനെ അറിയില്ല. ഇവിടെ വരുമ്പം ഇങ്ങനെ സിനിമകളിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അത്രയും എനിക്കൊന്ന് കൊച്ചി പറഞ്ഞ ചെന്നൈ പോലെയാണ്. ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നതായതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു അങ്ങനെ നമ്മൾ പ്രോപ്പർ കൊച്ചിൻ സ്ലാങ് പറയുന്ന ആൾക്കാർ അധികം മീറ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം നാട്ടിലെ ലാംഗ്വേജാണ്. പക്ഷേ ഇതുപോലെ ഈ പറഞ്ഞ പോലെ കുറേ ലാംഗ്വേജിലുള്ള കോമഡികളും സാധനങ്ങളും ഒക്കെ വർക്കൗട്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫൺ സിനിമ ആയതുകൊണ്ട് ഏതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യും നാദശക. അപ്പോൾ അതും ഒരു രസമുള്ള സാധനമായിരുന്നു. ഇത് എൻ്റെ അടുത്ത് ബൈജു ചേട്ടൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3 ഷാജിമാരുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷാജി ഏതാണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് കഥ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കോഴിക്കോട് ഷാജിനെയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പം ഞാൻ ഒന്ന് പറയുന്നതുകൊണ്ട് വിഷമം തോന്നുന്നു, എനിക്ക് കോഴിക്കോട് ഷാജിനെയാണ് ഇഷ്ടമായത് പറഞ്ഞു. അപ്പം ബൈജു ചേട്ടൻ തിരുവനന്തപുരം ഷാജി എന്നാണ് പ്രതീക്ഷിച്ചതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നീ കണ്ടോ, നീ പടം കണ്ട് കഴിയുമ്പോൾ നിനക്ക് ട്രിവാൻഡ്രം ഷാജിനെയാണ് കൂടുതൽ ഇഷ്ടമാവുക എന്ന് പറഞ്ഞു. സോ ഷാജിമാരാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരെയാണ് കൂടുതൽ ഇഷ്ടമാവുക എന്നുള്ളത്. എനിക്ക് പേഴ്സണലി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടമായത് കോഴിക്കോട് ഷാജിയുടെ ക്യാരക്ടറായിരുന്നു. കോഴിക്കോട് ഷാജി ഒരു ഗുണ്ടയാണ്, ഒരു ഗുണ്ടാ ഷാജിയാണ്. പക്ഷേ ഗുണ്ട വിത്ത് കോമഡി ഷാജിയാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ലോല മനസ്സുള്ള ഒരു ഗുണ്ടയായിട്ടാണ് ബിജുചേട്ടൻ്റെ ക്യാരക്ടർ. അതേപോലെ ഗുണ്ട ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും കൊട്ടേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ഭയങ്കര പാവം ഗുണ്ടയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പൊതുവേ ഭയങ്കര വില്ലൻ ഫേസുള്ള ആൾക്കാർക്ക് ചിരിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് കോഴിക്കോട് ഷാജിയാണ്. അല്ല, ഈ പറഞ്ഞ പോലെ തേപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഇതല്ല. അങ്ങനെയല്ലല്ലോ പൊതുവെ. നമ്മൾ തേപ്പ് എന്ന് പറയുന്നത് ഇപ്പം പ്രേമത്തിലാണ് തേപ്പ് എന്നുണ്ടെങ്കിൽ അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ്റെ ഒരു സാധനമൊന്നുമല്ല തേപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര അലസനായിട്ട് ജീവിക്കുന്ന ഒരു ഫ്രീക്കനായിട്ടുള്ള ഒരു ആളെന്നുള്ളതാണ്. പക്ഷെ തേപ്പ് സാധനങ്ങളിലൊന്നുമില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. പക്ഷെ ഭയങ്കര അലസനായിട്ടുള്ള ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫ്രീക്കനായിട്ട് നടക്കുന്ന, കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ ബോധം ഇല്ലാത്ത അങ്ങനെ ഒരാളാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്നൊക്കെയുള്ള തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഷാജി എന്ന് പറയുന്നത്. എനിക്ക് കുറേ കൂടെ ഡയറക്ടേഴ്സ് പറയുന്ന പോലെ അഭിനയിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ ക്യാരക്ടറായിട്ട് മാറാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കരയാനും ദേഷ്യപ്പെടാനും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കോമഡി ഈ പറഞ്ഞ പോലെ ഞാൻ നോർമലി ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി പക്ഷെ കോമഡി ടൈമിങ്ങിലൊക്കെ പണിയാളോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ പറഞ്ഞ പോലെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ് ക്യാരക്ടേഴ്സിന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം, ആഹാ സീരിയസ് എന്നുള്ളൊരു സാധനം എനിക്ക് വരും. ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രിപ്പയർ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്യും. പിന്നെ സത്യനങ്ങളും ഒക്കെ കുറേയും കൂടെ നമ്മൾക്ക് കുറേയും കൂടെ സ്പേസ് തരുന്ന ആളാണ്. അപ്പം സത്യനങ്ങളൊക്കെ ഇതാവുമ്പോൾ നീ എന്താണ് ചെയ്യുക, ഇവൻ ബാലിച്ച് എങ്ങനെയാണ്, നീ എന്താണ് ചെയ്യുക എന്നുള്ളൊരു സാധനത്തിൻ്റെ പുറത്താണ് ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഇതുമായിട്ട് ഒട്ടും കണക്റ്റഡ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർ ചിലപ്പോൾ പറഞ്ഞു തരും. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഡയറക്ടേഴ്സിൻ്റെ ഇൻപുട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നർത്തകിയുടെ ക്യാരക്ടർ ചെയ്യാനൊന്നും ഇഷ്ടമായിരുന്നില്ല. എനിക്ക്
പേഴ്സണലി എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറാണ്. ഞാനും ചെറുപ്പം മുതൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിടയ്ക്ക് ഡാൻസ് പഠിത്തമൊക്കെ ഞാൻ നിർത്തി. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ കുറേ കാലം ഡാൻസ് ചെയ്തില്ല. ഒരു 4-5 വർഷം ഞാൻ ഡാൻസ് ചെയ്തില്ല. പിന്നെ എനിക്കത് തുടങ്ങാനും ഒരു പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറേ കാലം ഡാൻസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് ഡാൻസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി ഞാൻ ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഇരിക്കും, ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് ഡാൻസ് കളിക്കുമ്പോൾ മാത്രം നന്നാവോ എന്നുള്ള സാധനത്തിൻ്റെ പുറത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട്, അതായത് എനിക്ക് ഡാൻസിനെ പറ്റി നന്നായി പഠിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. ഡാൻസിനെ പറ്റിയിട്ടാണെങ്കിലും എനിക്ക് എന്തിനെ പറ്റിയാണെങ്കിലും എനിക്ക് പഠിച്ചിട്ട് എനിക്ക് അതിനകത്ത് അറിവ് കിട്ടിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നന്നായി എനിക്കൊരു കോൺഫിഡൻസ് വന്ന ശേഷം അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് അരവിന്ദൻ വരുന്നത്. അരവിന്ദൻ വന്നപ്പം മോഹനേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ മോഹനേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മോഹനേട്ടൻ എനിക്ക് ഡാൻസ് കളിക്കൽ വലിയ പാടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം മോഹനേട്ടൻ പറഞ്ഞു, ഡാൻസ് ഇല്ല പടത്തിൽ. എവിടെയാണ് ഡാൻസ് ഇല്ല? ഡാൻസ് ഇല്ല, അരങ്ങേറ്റം നടത്താൻ പോകണു, കാലൊടിഞ്ഞ് വീഴണു, ഡാൻസ് ഇല്ല, മറ്റേ ഡാൻസ് ഇല്ലല്ലോ. അപ്പം അവസാനം അപ്പം ഞാൻ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഇല്ല, ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഡാൻസ് കളിക്കാൻ പോകുന്നു എന്നുള്ളതല്ലേ, കളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ പറ്റിച്ചാണ് കൊണ്ടുവന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ സോങ് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് അടുത്തത് ഡാൻസ് ആണെന്ന് പറഞ്ഞാൽ ഡാൻസ് നമുക്ക് ചെറുതായിട്ടൊക്കെ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം ഒരു വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ കോൺഫിഡൻസ് ഇല്ലായ്മ അതിലുണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. ഡാൻസറായിട്ട് അഭിനയിക്കണം, അതുകൊണ്ട് ആ ഒരു സമയത്ത് ഡാൻസ് അത്രയും ട്രെയിൻഡ് അല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലുമൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട് അതിനകത്ത് ചെയ്യണം എന്നുള്ളതുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഡാൻസറായിട്ട് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് മലയാളം, തമിഴ് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. തെലുങ്ക് എനിക്ക് ലാംഗ്വേജ് അത്ര അറിയില്ല. അപ്പോൾ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് എനിക്ക് ലാംഗ്വേജ് അറിഞ്ഞു കഴിഞ്ഞാലാണ് അഭിനയിക്കാൻ കുറച്ചുകൂടെ ഈസി. കാരണം നമ്മൾക്ക് കുറേ കൂടെ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡയറക്ടർ പറയണ പോലെ അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഡിഫറൻസ് വരും. കാരണം പറയണത് നമ്മൾക്ക് അവരുടെ ലാംഗ്വേജിൽ പറയുമ്പോഴായിരിക്കും അവർക്കും കുറേ കൂടെ നമ്മൾക്ക് പറഞ്ഞ് കൺവേ ചെയ്ത് തരാൻ പറ്റും. അപ്പം ആ ഒരു സാധനം എനിക്കെപ്പോഴും മിസ്സായി പോവാറുണ്ടോ എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് എനിക്ക് തെലുങ്ക് ലാംഗ്വേജ് പഠിച്ചിട്ടാണെങ്കിൽ ചെയ്യണം എന്നുള്ളതുണ്ട്. അതർവൈസ് എനിക്ക് തമിഴ്, മലയാളം ആണ് കൂടുതൽ ഇഷ്ടം. ഇല്ല, എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞാൽ ഈ കലാകുടുംബം എന്നൊക്കെ പറയണ പോലെയൊക്കെ ഒരു ചെറിയ കലാകുടുംബമായിരുന്നു. കാരണം അമ്മ ഡാൻസറാണ്, അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് എഴുതുമായിരുന്നു. അച്ഛനാണ് അമ്മയെ നമ്മൾക്ക് നാട്ടിൽ ഈ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛനാണ് അമ്മയുടെ പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചിയും അത്യാവശ്യം എഴുതും, ഡാൻസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു തരത്തിൽ കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്കാരായിരുന്നു. സോ കല എന്ന് പറയുന്നതിനോട് ആർക്കും എതിർപ്പില്ലായിരുന്നു. അതുകൊണ്ട് സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ചെയ്യേണ്ട അല്ലെങ്കിൽ സിനിമയോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരായിരുന്നില്ല. എല്ലാവർക്കും സിനിമ എന്ന് പറയുമ്പോൾ അവരതിനെ ഭയങ്കര ഒരു എക്സാജറേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമ വന്നപ്പോൾ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് വന്നത് ഭാഗ്യദേവതയാണ് 8th പഠിക്കുമ്പോൾ. ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണ്, ഫാമിലി ഫീലുള്ള സിനിമയാണ്. അപ്പം എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് വഴിയാണ്, മാതൃഭൂമിയിൽ വർക്ക് ചെയ്യണ ഒരു ജിജോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പം മൂപ്പര് പറഞ്ഞിട്ടാണ് ഞാൻ സത്യനങ്ങളുടെ അടുത്ത് ചെല്ലണത്. ഓഡീഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലായിരുന്നു. അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫേഴ്സൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഈ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സിനിമ ചെയ്യണമെന്ന്. കാരണം ഞാനപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം പഠിക്കണം, ക്ലാസ് മിസ്സായ, അറ്റൻഡൻസ് പോയ ഈ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ലവ് 24/7 ശേഷമാണ് ഞാൻ കുറേ കൂടെ സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടു തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നത്. എനിക്ക് മീഡിയ പ്രൊമോഷൻസിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന വർക്ക് വഴി ആൾക്കാർ എന്നെ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു അഹങ്കാരമാണോന്നറിയില്ല, അങ്ങനെ ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനുണ്ടാവില്ല മീഡിയ. ഇപ്പം ഞാൻ ലവ് 24/7 ശേഷം ഞാൻ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വെട്രിവേൽ, കിടാരി എന്ന് പറഞ്ഞ 2 തമിഴ് സിനിമകൾ ചെയ്തു. അതിനുശേഷം ഞാൻ വടക്കൻ സെൽഫിയുടെ റീമേക്ക് പ്രജിത്തേട്ടൻ തന്നെ ചെയ്ത പടം ചെയ്തു. അതിനുശേഷം തെലുങ്കിൽ തന്നെ ഇന്നൊരു പടം ചെയ്തു. അപ്പോൾ
ഞാൻ സിനിമ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ സിനിമ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ ആരും ഞാൻ അറിയിച്ചിട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടോ ഇല്ല. എനിക്ക് ഞാൻ സിനിമ ചെയ്യാതിരുന്നിട്ടേ ഇല്ല. എപ്പോഴും ഒന്നെങ്കിൽ ഷൂട്ട് ഡിലേ ആവുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടെ ഷൂട്ടിംഗ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടേ ഉണ്ട്. പക്ഷെ എനിക്ക് തിരിച്ച് മലയാളത്തിൽ വന്ന് ചെയ്യുമ്പോൾ ഇവൻ ലവ് 24/7 തിയേറ്ററിൽ ഭയങ്കര ഒരു സക്സസ് ആയിരുന്നില്ലെങ്കിൽ കൂടി ക്യാരക്ടർ വൈസ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എന്നെ കബനി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം എനിക്ക് അതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ എന്നുള്ളതുണ്ടായിരുന്നു. എനിക്കങ്ങനെ വന്ന് പോകുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യരുത് എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പാർട്ട് എവിടെയെങ്കിലും ആ സിനിമയിൽ ഉണ്ടാവണം. ഒരു മൊത്തത്തിലൊരു കഥ പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഒഴിവാക്കി പറയാൻ പറ്റുന്ന ഒരു കഥയാണെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഇതായിരുന്നു. സോ അങ്ങനെ ആണ് അരവിന്ദൻ വന്നപ്പോഴാണ് പിന്നെ എനിക്ക് ചെയ്യാനുള്ളതുണ്ട്, ഒരു ഫീൽ ഗുഡ് സിനിമയാണ് എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ അരവിന്ദൻ ചെയ്യുന്നത്. പക്ഷെ അരവിന്ദൻ ഈ പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു ഭയങ്കര വലിയ ഹിറ്റാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും, ആൾക്കാർ കാണും, ഇഷ്ടമാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ഹിറ്റാവും എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾക്ക് വരുന്ന സിനിമകളിൽ നിന്നാണ് ഞാനത് ചൂസ് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഞാൻ അല്ലെങ്കിൽ ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഞാൻ തമിഴിൽ വെട്രിവേലൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ലവ് 24/7 മുന്നേ ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സോ ആ സിനിമകൾ ചെയ്തത് റിലീസ് ചെയ്തിട്ടില്ല. സോ അത് എന്തുകൊണ്ട് റിലീസായില്ല എന്നുള്ള ഫാക്ടറൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ കമ്പനി ശ്രദ്ധിക്കാറുണ്ട്, ആർട്ടിസ്റ്റ് ആരാണെന്ന് ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ വർക്കാവുമോ എന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം കഥ കേട്ട് ഇഷ്ടപ്പെട്ട് മാത്രം ചെയ്യുന്ന സിനിമകളും അല്ല. അപ്പോൾ മേരാ നാം ഷാജി പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഈ കഥ പറയുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ഉണ്ടാവും. സോ നമ്മൾക്ക് പറഞ്ഞ പോലെ എനിക്ക് ഫുൾ ലെങ്ത് ക്യാരക്ടർ തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. സോ ഇതിലെനിക്കൊരു ചെറിയ പോർഷൻ ആണെങ്കിൽ പോലും ഒരു നല്ല പോർഷനാണ്. കാരണം 3 ഷാജിമാരുണ്ട്. ഈ 3 ഷാജിമാർ ബേസ് ചെയ്ത് പോകുന്ന സിനിമയാണ്. ഇതിൽ 3 ഷാജിമാർക്കും കൊടുത്തിട്ട് കിട്ടുന്ന സ്പേസ് വേണം നമ്മൾക്ക് എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. സോ അതുകൊണ്ടാണ് ഷാജി. പാടാനുള്ള പാട്ടുകളൊന്നുമില്ല, പക്ഷേ നാദർശക്കയുടെ സിനിമ ആയതുകൊണ്ട് ഒബ്വിയസ്ലി പാട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ 2 പാട്ടുകൾ റിലീസായിട്ടുണ്ട്. എനിക്കൊന്ന് 4 ട്രാക്ക് ഉണ്ട് സിനിമയിൽ. മനസ്സുക്കുള്ളേ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ്. ഈ പറഞ്ഞ പോലെ തമിഴ് ലിറിക്സും മലയാളം ലിറിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സോങ്ങാണ്. ഞാൻ എൻ്റെ പോർഷൻ തമിഴും ആസിഫ് ഖയുടെ പോർഷൻ മലയാളവും ആയിട്ടുള്ള സോങ്ങാണ്. പിന്നെ മർഹബ എന്ന് പറഞ്ഞിട്ടൊരു സോങ് റിലീസായിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ല, കാരണം ഞാൻ സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. പ്രൊഡക്ഷൻ കമ്പനി ഇത് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കാണാൻ ആൾക്കാർക്ക് ഒരു ഫുൾ ലെങ്ത് സിനിമയിൽ എന്നെ കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാർ എന്നെ കാണണം എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയിൽ ഞാൻ ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതർവൈസ് ഞാനൊരു സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് സ്ക്രിപ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ ബാക്കപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഞാൻ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയിൽ ഞാൻ പോയി അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആൾക്കാർക്ക് എന്നെ കാണാൻ അത്രയും ഒരു ത്രൂ ഔട്ട് സിനിമയിൽ മുഴുവൻ എന്നെ കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ സ്ട്രോങ് ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഈ രണ്ടും എപ്പോൾ ഉണ്ടാവുന്നോ അപ്പം സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹം ഇല്ലായ്മയില്ല, കാരണം എപ്പോഴും നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യണമെന്ന് ഒബ്വിയസ്ലി ആഗ്രഹം ഉണ്ടാവും. എനിക്കത് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം എനിക്ക് പറഞ്ഞ പോലെ ഒരു സെൻട്രൽ ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിൽ ഈ സെൻട്രൽ ക്യാരക്ടറിന് മേലെ ഡയറക്ടറാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്ററാണെങ്കിലും ഒരുപാട് വർക്ക് ചെയ്യും. സോ ഈ അവർ വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സാധനത്തിന് നമ്മൾ അഭിനയിച്ച് കാണിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര എഫേർട്ടാണ്. സോ ആ എഫേർട്ട് എടുക്കണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡയറക്ടർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ പോർഷൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല അവർ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല കോമ്പിനേഷൻ ഒന്നുമില്ല. സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും ആരാണ് നന്നായിട്ട്. ഒബ്വിയസ്ലി രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. മൈഥിലി ആണെങ്കിലും സുരഭി ചേച്ചി ആണെങ്കിലും നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പം നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ്. അപ്പം പിന്നെ നമ്മളതിനെ അവരെ ജഡ്ജ് ചെയ്യാൻ മാത്രം ഞാൻ ആയിട്ടില്ല. ഒന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് അറിയില്ല അവരെങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നായികാസ്ഥാനത്തു നിന്നാണ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഒരിക്കലും അവരുടെ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാനുള്ള കഴിവിനെയോ അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു ഇതും കൂടെ ഉണ്ട് അതിൽ. കാരണം
ഈ പറഞ്ഞ പോലെ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എനിക്ക് ഈ പറഞ്ഞ പോലെ ചില സിനിമകളിൽ ക്യാരക്ടർ റോൾസൊക്കെ കാണുമ്പം എനിക്കും തോന്നാറുണ്ട്, ഞാൻ ഇപ്പോഴാണ് നമ്മൾക്ക് നായികയായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടും. അപ്പം ഈ സമയത്ത് നമ്മൾ നായികയായിട്ട് അഭിനയിച്ചിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ ക്യാരക്ടർ റോൾസ് കിട്ടിയാൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി പുതിയതായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒന്നും. മേരാ നാം ഷാജി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. തമിഴ് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഒട്ടും ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. സോ അത് ഫൈനലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പം തമിഴായിരിക്കും.